ഇന്ന് ഞാൻ നമ്മുടെ പറമ്പിലുള്ള വേറൊരു ഫ്രൂട്ട് പരിചയപ്പെടുത്തരാം. വേറൊന്നുമല്ല, നമ്മുടെ അച്ചക്കയാണ്. കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയും. ഇതിൻ്റെ തന്നെ 2-3 വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് ഗ്രീൻ കളർ ഇരിക്കുന്ന അച്ചക്കയാണ് കേട്ടോ. ഇത് നമ്മുടെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പണ്ടൊക്കെ നമ്മുടെ പറമ്പിൽ മൊത്തം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അത് JCB കളിച്ച് എല്ലാം ഒന്ന് ക്ലീനപ്പ് ആക്കുമ്പോൾ ഫുള്ള് പോയി. അങ്ങനെ ഇത് വംശനാശം സംഭവിച്ചു പോയായിരുന്നു. ഇപ്പോൾ ആണ് നമ്മൾ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ടതാണ്. ഇതിൻ്റെ ബഡ് തൈ വാങ്ങിച്ച് നട്ടതാണ്. അവിടെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്തു, നിറച്ച് കായ്ക്കുകയും ചെയ്യും. എപ്പോഴും ഇതിനകത്ത് അങ്ങനെ സീസൺ ഒന്നുമില്ല, എപ്പോഴും അതിനകത്ത് കാണും കേട്ടോ, കാകളൊക്കെ കാണും. ഇത് നല്ല വിളവായി കഴിയുമ്പോൾ നമ്മൾ പറിച്ച് വെച്ച് പഴുപ്പിക്കുന്നതാണ് ബെസ്റ്റ്. കിളികൾ തരത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നലെ ഒരെണ്ണം പറിച്ച് വെച്ചിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് പഴുക്കുകയും ചെയ്യും. അതാ നല്ല പഴുത്ത് നല്ല ഇങ്ങനെ വിണ്ടിക്കറി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഫ്രൂട്ട് ഓക്കെ ആയി നമുക്കറിയാം. ഇതിപ്പോൾ നല്ല പഴുത്തിരിക്കുകയാണ്. പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഈ കുഞ്ഞുണ്ടല്ലോ, ചക്കയുടെ കുഞ്ഞു, അതെങ്ങനെ വലിച്ചെടുക്കണം. എന്നിട്ട് നേരെ അത് തുറന്നങ്ങ് കഴിക്കണം. തുറന്നതാ ഇങ്ങനെ ഇരിക്കും ഫ്രൂട്ട്. ഒത്തിരി പേരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇപ്പോഴത്തെ പുതിയ കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടോ, നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വയ്യ. സൂപ്പർ മധുരമാണ് കേട്ടോ. ഇപ്പോഴത്തെ ചെറിയ സീഡും ഉണ്ട്, അത് നമ്മൾ തുപ്പിക്കളയണം. ഇങ്ങനെയുണ്ട്, സൂപ്പർ. ഒത്തിരി സ്പേസ് ഒന്നും വേണ്ട നിൽക്കുന്നതിന്. നമ്മൾ മുറ്റത്താണ് ഇത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പടർന്നു കൊടുക്കും. ഒത്തിരി ഹൈറ്റിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളൊന്ന് കട്ട് ചെയ്ത് വിട്ടേച്ചാൽ മതി. ഒരു വർഷമൊക്കെ അവൻ പ്രൂണിങ് ചെയ്ത് വിട്ടാൽ മതി. അത് പടർന്നു കിടന്ന് കായ്ച്ചോളും. എപ്പോഴും കായും ഉണ്ടാവും. ഒരു വലയൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ കിളികളെ ശല്യം ഉണ്ടാകും. നമുക്കത് നന്നായിട്ട് വിളഞ്ഞ് അത് പഠിപ്പിച്ച് കഴിക്കുകയും ചെയ്യാം. വവ്വാലെ കിളികളൊക്കെ വന്ന് ആക്രമിക്കും. നമ്മൾ ഈ റംബൂട്ടാനും അങ്ങനെയുള്ള ഫ്രൂട്ടിനൊക്കെ അത്രയൊന്നും ഉണ്ടാകത്തില്ല, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് കളക്ഷനിലെ നമ്മുടെ കസ്റ്റാർഡ് ആപ്പിളിന് വിശേഷം. ബൈ.